സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, ഏതൊരു കാര്യത്തെയും പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ്. അങ്ങനെ പരസ്യങ്ങളിലൂടെ പൊതുജനത്തെ വശീകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പരസ്യങ്ങൾ വാസ്തവത്തിൽ പരസ്യകല എന്നുള്ള നിലയിലേക്ക് പിൽക്കാലത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് UK ആണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ മിക്ക രാജ്യങ്ങളും ഈ പരസ്യത്തിന് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുകയും പരസ്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, അതായത് പരസ്യ കലയുടെ പുതിയ പുതിയ സങ്കേതങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് വാസ്തവത്തിൽ ഈ മാർക്കറ്റിംഗ് പോലെയുള്ള വിഷയങ്ങൾ പഠനവിധേയമാക്കിയിരുന്നില്ല. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ പഴയ ആളുകൾക്ക് മാർക്കറ്റിംഗ് നല്ല പരിചയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്ത് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നത്. തങ്ങളുടെ പക്കലുള്ള ഓരോ സാധനവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിപണി കണ്ടെത്തുന്ന അതിപ്രധാനമായ പരിപാടിയാണല്ലോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റിൻ്റെയും വിൽപ്പനയെ അത് ബാധിക്കുന്നു. പ്രതീക്ഷിച്ച വരുമാനം അതിൽ നിന്ന് ലഭിക്കാതെ വരാം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പരസ്യങ്ങളുടെ പ്രാധാന്യം കാണേണ്ടുന്നത്. ഏതൊരു പുതിയ പ്രോഡക്റ്റും വിപണിയിലേക്ക് ഇറക്കുന്നതിന് മുൻപായി തന്നെ ആളുകളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ലോകത്തിൽ ഏത് വാർത്താ മാധ്യമങ്ങൾ തുറന്നു നോക്കിയാലും അതിലെല്ലാം കാണുന്നത് പരസ്യങ്ങളാണ്. അത് TV ആയിരുന്നാലും യൂട്യൂബ് ആയിരുന്നാലും സോഷ്യൽ മീഡിയയിലെ ഏതൊരു ടൂൾ ആയിരുന്നാലും അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പരസ്യങ്ങളാണ്. വാസ്തവത്തിൽ പരസ്യങ്ങളുടെ ധർമ്മം എന്താണ്? പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുക എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ള, മറ്റുള്ള എന്തിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നായിരിക്കണം ഏറ്റവും നല്ല പരസ്യം. അങ്ങനെയാകുമ്പോൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അതിന് ചിരപ്രതിഷ്ഠ നേടാൻ സാധിക്കും. ഒരു നല്ല പരസ്യം മറ്റുള്ളവയിൽ നിന്ന് എപ്പോഴും വേറിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ലോകത്തോട് ചേർന്ന് പോകുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ നാം ജീവിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തോട് ചേർന്ന് പോകുവാൻ നമ്മെ നിർബന്ധിക്കുന്ന കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ ലോകം എന്ന് പറയുന്നത് ഒരു വലിയ മായച്ചന്തയാണ്. മായച്ചന്ത എന്ന് പറയുന്നത് ജോൺ ബെനിയൻ എഴുതിയ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകത്തിലെ ക്രിസ്ത്യാനി എന്ന കഥാപാത്രം കണ്ടെത്തുന്നതായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് കാണുന്ന സകല കാര്യങ്ങളും മായയാണ്. എന്നാൽ കണ്ണിന് ഇമ്പകരമായ ഈ മായയുടെ പിന്നാലെ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ മദ്യപാനമുണ്ട്, അവിടെ വെറിക്കൂത്തുകളുണ്ട്, മറ്റെല്ലാവിധ മ്ലേച്ഛതകളും അവിടെ ഉണ്ട്. പാപപ്രവൃത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മലീമസമായ സാഹചര്യത്തിലേക്ക് മനുഷ്യൻ അനുനിമിഷം പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതം അവനെ അവസാനമായി കൊണ്ടുചെന്നെത്തിക്കുന്നത് എവിടെയാണ്? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിൽ തന്നെയാണ് എന്നുള്ളത് ദൈവവചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പരസ്യം മറ്റൊരു പരസ്യത്തിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത് പോലെ നമുക്ക് ഈ മായച്ചന്തയിൽ നിന്ന് ഒന്ന് മാറി ജീവിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലാകുമ്പോൾ അവൻ്റെ പഴയ ജീവിതം മാറിയിട്ട് പുതിയ ജീവിതത്തിൻ്റെ ഉടമയായി അവൻ തീരുന്നു. ഈ സ്വർഗീയനാദം ശ്രവിക്കുന്ന മാന്യസ്നേഹിത, താങ്കൾ ഒരു പക്ഷെങ്കിൽ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഒക്കെ ആയിരിക്കാം താങ്കളുടെ ആഗ്രഹം. അതിനുവേണ്ടി ആയിരിക്കാം താങ്കൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം താങ്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിത്യമായ നരകാഗ്നിയിലേക്കാണ്. എന്നാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ താങ്കൾക്കൊരു പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കും. നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ ഇടയായിത്തീരും. അതിന് ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഈ
ലോകത്തിൻ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നു തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കിയിടാ രൂപാന്തരം പ്രാപിക്കാം മനസ്സു പുതുക്കിയിടാ രൂപാന്തരം പ്രാപിക്കാം